ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ ഒരു പുതിയൊരു റൊമാൻറ്റിക് ത്രില്ലർ കടന്നു വരികയാണ്. ഹരിത പ്രാണ എഴുതുന്ന മനോഹരമായ തൂവൽ പോലെ എന്ന കഥയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തൂവൽ പോലെ, രചന ഹരിത പ്രാണ, അവതരണം അഷിക. മോനെ, അമ്മ പറയുന്നത് ഒന്ന് കേൾക്കാൻ. വയസ്സ് 30 കഴിഞ്ഞടാ. നിന്റെ കൂടെയുള്ളവരെല്ലാരും കെട്ടിപ്പിള്ളേരായി. നിനക്കൊരു കുടുംബമായി കാണാൻ എത്ര നാളുകൊണ്ട് പറയുന്നതായത്. ഓ, എന്റെ പൊന്നു മമ്മക്ക് ഇതേ എന്നോട് എപ്പോഴും പറയാനുള്ളോ? എപ്പോ നോക്കിയാലും ഒരു കല്യാണം. കല്യാണം കഴിക്കാത്തവർക്ക് ഇവിടെ അപ്പൊ ജീവിക്കണ്ടേ? എത്ര നാള് ജീവിക്കൂടാ? നാളെ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കുമെന്നാ? നീ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ നിന്റെ താഴെ ഒരുത്തി ഉണ്ടെന്നും നാളെ അവൾക്കൊരു ജീവിതമുണ്ടെന്നുമുള്ള വല്ല വിചാരം നിനക്കുണ്ടോ? ഇല്ല. ഷടാ, ഇതിപ്പോ അവളെ കെട്ടിക്കാൻ വേണ്ടി മാത്രം എനിക്ക് കെട്ടാൻ പറ്റുമോ? അവൾക്ക് വേണേ കെട്ടിയാ മതി, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എരണം കെട്ടവനെ, കണ്ണന്തിരിവ് പറയുന്നോ? അല്പം പ്രായം ചെന്ന സ്ത്രീ ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് അടുത്തേക്ക് വന്നതും അവന്റെ മുഖം അല്പം കൂടി ഇരുണ്ടു. എന്നതാടി എലിക്കുട്ടിയുടെ? എന്നാത്തിനാ നിന്റെ മോനും നീയും കൂടി നേരം വിളിക്കുമ്പോഴേക്ക് ഇത്ര ഒച്ചയിടുന്നത്? അത് വല്യമ്മച്ചിക്ക് മനസ്സിലായില്ലേ? സ്ഥിരം കല്യാണംകാരൻ തന്നെ. 10-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി കയ്യിൽ ബാഗും തൂക്കി അവന്റെ തൊട്ടടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. പൂടി. തന്നെ കളിയാക്കി ചിരിക്കുന്ന അനിയത്തിയെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവൻ കഴിക്കുന്നത് തുടർന്നു. അവള് പറയുന്നതിൽ എന്നതാടാ തെറ്റ്? പ്രായം എത്രയായി? ഏതേലും പെങ്കൊച്ചുങ്ങളോട് ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാൽ അതുമില്ല. എങ്കിൽ ഞങ്ങളൊന്നിനെ കണ്ടുപിടിച്ച് അതൊട്ട് വേണ്ട. ഇങ്ങനെ ആയിരുന്ന ഇവരെ നമുക്ക് വല്ല അച്ചമ്പട്ടത്തിന് വിടാമായിരുന്നല്ലോ വർക്കിയെ. ഓ, എന്നിട്ട് വേണം പള്ളിയും സഭക്കാരും കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറാൻ. അച്ഛനും മെത്രാനൊന്നും ആകണ്ട. മര്യാദക്ക് എന്റെ കൂടെ കമ്പനി വന്ന എന്താ? ഇവന് അന്നേരം ഉടനെ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് എന്തോ ആയി? ഇപ്പോഴും ലൈസൻസ് കിട്ടാതെ കിടപ്പല്ലേ? എങ്കിലൊരു പെണ്ണ് കെട്ടാൻ പറഞ്ഞ അതും വയ്യ. പിന്നെ ഇവൻ വർക്കിച്ചൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ താനിരുന്ന കസേരയും ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. എന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവരോടൊക്കെ വഴക്കിടണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അവനെ. പക്ഷെ ഒന്നിനും സമയമായിട്ടില്ല എന്ന് ആരോ പറയുമ്പോൾ ഉള്ളിലെ ദേഷ്യം അതുപോലെ കടിച്ചമർത്തി കഴിച്ച പ്ലേറ്റും എടുത്ത് അവൻ കിച്ചണിലേക്ക് നടന്നു. പാത്രവും കഴുകി വെച്ച് ബുള്ളറ്റും എടുത്ത് ആരോടും ഒരക്ഷരവും മിണ്ടാതെ പോകുന്നവനെ നോക്കി കാണാനേ അവർക്കൊക്കെ ആയുള്ളൂ. ഇത് തടത്തിൽ വീട്. ഫ്രാൻസിസ് തടത്തിലിനും ഭാര്യ കുഞ്ഞന്നാമാക്ക് ഒരു മകനാണ്, വർഗീസ്. ഭാര്യ ഏലിക്കുട്ടി. അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് ഫെലിക്സ് തടത്തിൽ, ഇളയത് ഫിസിയ തടത്തിൽ എന്ന ഫിസ. ആളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ്. പിന്നെ ഫെലിക്സ്, ആളെപ്പറ്റി പറയാനാണെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനപ്പുറം ഒന്നിനും ഒരു വിലയും കൊടുക്കാത്തൊരു പ്രകൃതം. ഇപ്പോൾ സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നതിനുള്ള പ്ലാനിലാണ്. ആളുടെ മുഖ്യ ശത്രു സ്വന്തം അപ്പനാണെന്നാണ് പുള്ളിയുടെ വെപ്പ്. ബാക്കിയൊക്കെ വഴിയറിയാം. മോളെ, അന്നേ അന്നേ, ദേ പപ്പ വിളിക്കുന്നു. താഴെ നിന്ന് അവളുടെ മമ്മയുടെ ശബ്ദം കേട്ടതും കട്ടിലിൽ നിന്ന് വേഗം എഴുന്നേറ്റ് ഷാളും എടുത്തിട്ട് അവൾ വേഗം താഴേക്ക് ഓടി. സിറ്റ് ഔട്ടിലുള്ള ചാരി കസേരയിൽ ചാരിക്കിടക്കുന്ന രൂപത്തെ ഓർമ്മ വെച്ച കാലം തൊട്ടേ പേടിയോടെ കണ്ടിട്ടുള്ളൂ. അയാളെ മാത്രമല്ല, അവളുടെ ഇച്ഛായിയെ ഒഴികെ മറ്റുള്ളവരെ ഒക്കെയും പെണ്ണിന് പേടിയാണ്. അന്നേ. അപ്പാ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരും. കുറച്ച് തെക്കുന്ന ചെറുക്കൻ നീ പഠിക്കുന്ന കോളേജിൽ സാറാണ്. ഇന്നലെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. നാളെ ഇവിടെ കാണണം. പറഞ്ഞത് മനസ്സിലായോ? പതിയെ, വളരെ പതിയെ അവളൊന്ന് മൂളി. അയാൾക്ക് കേൾക്കാനും മാത്രം. പൊക്കോ. കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവൾ തിരികെ റൂമിലേക്ക് ഓടിയിരുന്നു. അകത്ത് കയറി വാതിൽ ചാരി മുറിയിലെ കണ്ണാടിക്ക് മുന്നിലേക്ക് അവൾ ചെന്ന് നിന്നു. പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ലാത്തൊരു പെൺകുട്ടി. നന്നായി വാലിട്ട് കണ്ണെഴുതിയാൽ അവളുടെ ഭംഗി ഇതിനും ഉയരും. ചായങ്ങൾ തേക്കാഞ്ഞിട്ട് പോലും ഇളം പിങ്ക് നിറത്തിലിരിക്കുന്ന ചെറിയ ചുണ്ടുകൾ. ഒരുക്കങ്ങളൊന്നുമില്ലെങ്കിലും ഒരു വട്ടം നോക്കുന്നവർ അവളെ ഒന്നുകൂടി നോക്കും. അത്ര തെളിഞ്ഞ വെളുത്ത നിറമല്ലെങ്കിലും ഇരുനിറത്തേക്കാൾ നിറമുണ്ട് അവൾക്ക്. അരയോളം കിടക്കുന്ന സിൽക്കി ഹെയർ. അവളുടെ രൂപത്തിലേക്ക് നോക്കും തോറും കണ്ണുകൾ നിറഞ്ഞു വന്നു. അതൊരു പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ദേഷ്യം തോന്നി അവൾക്ക് അവളോട് തന്നെ. ഒന്നിനോടും പ്രതികരിക്കാത്ത അവളുടെ സ്വഭാവത്തോട്, ഒരു സിംഗിൾ നോ പോലും പറയാൻ മുതിരാത്ത അവളുടെ നാവിനോട്, ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് മാത്രം ജീവിക്കുന്ന അവളൊരു ജന്മത്തോടു പോലും അവൾക്ക് ദേഷ്യം തോന്നി. എങ്കിലും ആ 4 ചുവരുകൾക്കുള്ളിൽ ആരും കേൾക്കാതെ കരഞ്ഞു തീർക്കാനേ അവൾക്കാവുമായിരുന്നുള്ളൂ. ഇവൾ ആൻഡ്രിയ കുര്യൻ. ഏലക്കാട്ടിൽ തറവാട്ടിൽ കുര്യൻ സൂസമ്മ ദമ്പതികൾക്ക് 2 മക്കൾ. മൂത്തവൻ മാനോ ആന്റണി കുര്യൻ.
ആളൊരു ആയുർവേദ ഡോക്ടറാണ്. കുര്യൻ പ്ലാന്ററാണ്. സൂസമ്മ വീട്ടമ്മയും. ഇളയ മകൾ ആൻഡ്രിയ BEd പഠിക്കുന്നു. ചെറുപ്പം തൊട്ടേ ആനിന് കുര്യനെ വലിയ പേടിയാണ്. ആ പേടി പതിയെ എല്ലാവരോടുമുള്ള പേടിയായി മാറി. അവളുടെ ഇച്ഛായി ആന്റണിയോടല്ലാതെ സ്വന്തം അമ്മയോട് പോലും അവൾ അടുപ്പം കാണിക്കാറില്ല. അത്രയ്ക്ക് ഭയത്തോടെയാണ് അവൾ ചുറ്റുമുള്ളവരെല്ലാരെയും കാണുന്നത്. കുര്യന് പൊതുവെ പെൺകുട്ടികളോട് വലിയ താല്പര്യമില്ല. അയാൾക്ക് എപ്പോഴും പ്രിയം മകനെയാണ്. ഭാര്യ സൂസമ്മയ്ക്കും ഏകദേശം അങ്ങനെയാണെങ്കിലും ഒരിക്കലും അവർ വേർതിരിവ് കാണിച്ചിട്ടില്ല. കുര്യനാണെങ്കിൽ പോലും അവളെ പഠിപ്പിക്കുന്നതിലൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം ഇഷ്ടത്തിന് പഠിച്ച ആന്റണി ഡോക്ടറായപ്പോൾ കുര്യന്റെ താല്പര്യത്തിൽ മാത്രമാണ് ആൻ BEd എടുത്തത്. ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലെന്ന് പറയണമെന്ന് അവളുടെ ഇച്ഛായി അവളെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുമെങ്കിലും കുര്യന്റെ നോട്ടത്തിലോ വിളിയിലോ അവൾക്ക് ഉത്തരമൊന്നുമില്ലാതെ നിൽക്കും. അത് അവൾക്കിപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുന്നു. ഫെലിക്സിന്റെ ബുള്ളറ്റ് ചെന്ന് നിന്നത് കടൽ തീരത്താണ്. വണ്ടി ഓഫാക്കി അവൻ ഇറങ്ങുന്നത് കണ്ടതും അല്പം ദൂരെ നിന്നൊരുവൻ അവനെ കൈയുയർത്തി കാണിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. നീ എന്താ ഇത്ര നേരത്തെ? ഓ, വീട്ടിലിരിക്കുന്നതിലും ഭേദം ഇവിടെ വന്നിരിക്കുന്നതാണെന്ന് തോന്നി. എന്താടാ, ഇന്നും അടിയായോ? നിനക്കറിയില്ലേ സൂരജ് അവരുടെ കാര്യം. മമ്മക്ക് ഞാൻ കെട്ടണം, അപ്പന് ഞാൻ അപ്പന്റെ കമ്പനി നോക്കി നടത്തണം. ഇതിനൊക്കെ സപ്പോർട്ട് ആ അമ്മച്ചിയും ഫിസയും. എനിക്കും എന്റേതായ ഇഷ്ടങ്ങളില്ലേ, അതൊന്നും വേണ്ടേ? ആ പോട്ടടാ, നീ വാ. അകത്തെ പെയിന്റടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇന്റീരിയർ നീ കൂടി വന്നിട്ട് നോക്കണമെന്നാ ഡിസൈനർ പറഞ്ഞത്. ആളിത്തിരി കഴിയുമ്പോൾ വരും. അപ്പോഴേക്കും നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വരാം. വാ. ഇവിടെ ആനി നല്ല ടെൻഷനിലായിരുന്നു. നാളെ അവർ തന്നെ കാണാൻ വരും. കോളേജിലെ സാറാണെന്നറിയാം, പക്ഷെ ആരായിരിക്കും? അവളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയൊക്കെ അവളൊന്ന് ഓർത്തു നോക്കി. ഇല്ല, ആ കൂട്ടത്തിലാരും തന്നെ കല്യാണം കഴിക്കാനുള്ള പ്രായത്തിലുള്ളവരല്ല. പിന്നെ ഉള്ളത് ജോൺ സാറാ. സാറിന്റെ കെട്ടുകഴിഞ്ഞിപ്പോൾ ആഴ്ചകളായി. അപ്പൊ പിന്നെ ആരാകും? ആരായാലും അവൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. ചെറുപ്പം മുതലേ അപ്പം പറയുന്നത് മാത്രം കേട്ട് ശീലമുള്ള അമ്മയാണ് അവൾക്ക് ഉദാഹരണം. കല്യാണത്തിന് മുന്നേ ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിരുന്നു സൂസമ്മ. കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും അവർക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുര്യൻ സമ്മതിച്ചിട്ടില്ല. പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കേണ്ടവരാണെന്നാണ് അയാളുടെ ഭാവം. അയാൾ കണ്ടുപിടിക്കുന്നവരും അങ്ങനെയുള്ളവരാകുമെന്ന് ആനിന് നന്നായിട്ടറിയാം. അതൊക്കെ കൊണ്ടാണ് ആൾക്ക് ഇത്ര പേടിയും. എന്തായാലും എങ്ങനെയായാലും ഈ കല്യാണം മുടക്കണമെന്നുള്ള ഉറപ്പിച്ചു. ഇത്രയും കാലം അപ്പന്റെ അടിമയായിരുന്നു. നാളെ മറ്റൊരുത്തന്റെ കൂടെ അടിമയായി ജീവിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ആലോചിച്ച് അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. എങ്ങനെയും ഈ കല്യാണം മുടക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.